പൊന്നിന് ഇസ്ലാമിന്റെ നിയമമാണ്. പൊന്ന് കച്ചവടം നടക്കുകയാണെങ്കിൽ പൊന്നും പൊന്നും തമ്മിലാണോ ഇടപാട്? അദ്ദഹബു ബിദ്ദഹബി യദൻ ബിയദിൻ സവാഅൻ ബിസവാ എന്നാണ് പച്ചയായ ഹദീസിൽ പറഞ്ഞതാ. അതിന് ആരെന്ത് വിചാരിച്ചിട്ടും കാര്യമൊന്നുമില്ല. അങ്ങനെ പറയുന്നത് അറിയോ? നമ്മളിത് പറഞ്ഞതിന് ഒരു ലേഡിയാണ്, അത് പിന്നെ അതിൻ്റെ വയസ്സൊന്നും ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. എൻ്റെ അടുത്തുണ്ട്. ഇവരൊക്കെ ആരാ? ഇവരൊക്കെ എവിടെ നിന്ന് നീറ്റ് വരിക? ഇവരൊക്കെ പുറേ ഫത്വ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ. നമ്മളൊക്കെ നമ്മളെ കുട്ടികളെ കെട്ടിച്ചത് എങ്ങനെ? പണ്ട് നമ്മളെ പൊന്നാൻ കൊടുത്തിട്ട് ജ്വല്ലറി നിന്നാണ് കൊടുത്തിട്ട് സമയമാകുമ്പോൾ നമുക്ക് ആ അളവിലുള്ള പൊന്നിട്ട് തന്നിട്ടല്ലേ? അപ്പം തന്നെ കൊടുക്കുമ്പോൾ തന്നെ പൊന്നിട്ട് കിട്ടിയിട്ടൊന്നുമല്ലോ. ഇവരിപ്പോൾ കുറേ ഒരേമാരെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ ആയിക്കോട്ടെ. അപ്പോൾ അതാ പറയുന്നത്, അങ്ങനെ ആരും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു അദ്ദഹബു ബിദ്ദഹബി, സ്വർണ്ണത്തിന് പകരം കൊടുക്കുകയാണോ? 3 നിബന്ധന അവിടെ ഉണ്ട്. ഒന്ന് മുമാസലത്തുണ്ട് എന്ന് പറഞ്ഞാൽ, മുമാസലത്ത് എന്ന് പറഞ്ഞാൽ പൊന്ന് കൊടുക്കുന്നോ പൊന്നും പൊന്നും തമ്മിൽ കൈമാറുമ്പോൾ തുല്യ അളവിലായിരിക്കണം എന്ന്, തൂക്കം വ്യത്യാസം ഉണ്ടാകാൻ പറ്റൂല. അതേപോലെ തന്നെ എന്ത് വേണം? അവിടെ കബുള് വേണം. കബുള് അപ്പം തന്നെ അവിടെ നിന്നാണ് സദസ്സിന്ന് പിരീണിൻ്റെ മുമ്പ് തന്നെ ആ ഇടപാട് തീരണം എന്ന് പറഞ്ഞാൽ പൈസ ആണ് അങ്ങോട്ട് കൈമാറ്റാണ് പൂർത്തിയാവണം. അതായത് ഇപ്പം കൊടുത്തിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ട് സ്വർണ്ണം വാങ്ങലല്ല. ഇപ്പം കൊടുക്കുക 10 കൊല്ലം കഴിഞ്ഞിട്ട് സ്വർണ്ണം വാങ്ങുക. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പൊന്ന് കൈപ്പറ്റിയ പൈസ ഞാൻ പിന്നെ തരാം. അങ്ങനെയുണ്ട്. പാവങ്ങൾ അങ്ങനെയാണോ? പാവങ്ങൾക്ക് ഹൈർ കിട്ടണം എല്ലാം ഇവർ മുടക്കുന്നതാണ് പറയുന്നത്. ആ വയസ്സിനും കൂടി അതുണ്ട്. അപ്പോൾ കല്യാണത്തിന് ജ്വല്ലറിക്കാർ പൊന്ന് കടം കൊടുക്കും. അങ്ങനെ പൊന്ന് 10 പവൻ വാങ്ങി ഉണ്ടാവുമ്പോൾ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ കൊടുക്കുക. അതും പറ്റൂല എന്നാണ് അവർ ഈ പറയുന്നത്. നമ്മളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ ഇസ്ലാമിനോട് ചോദിക്ക്, എന്താ അതിൻ്റെ ഹിക്മത്ത്? അള്ളാഹു ആലം. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച കാര്യമാണ് ഈ നിയമമുണ്ട്. എന്ത്? അവിടുന്ന് കൈമാറ്റം ചെയ്യണം. അതേപോലെ തന്നെ അത് റൊക്കമായിരിക്കണം. അതിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവധി നിശ്ചയിക്കുന്ന പരിപാടി ഈ വിഷയത്തിൽ ഇല്ല. ആ 3 നിയമങ്ങളും ഈ വിഷയത്തിലുണ്ട്. അപ്പോൾ അവധി പാടില്ല. പിന്നെ എന്താവണം? പിന്നെ ഈ തുല്യമായിരിക്കണം. ഏത് സ്വർണ്ണവും കൂടി പറയുമ്പോഴാട്ടോ, സ്വർണ്ണം വെള്ളിയും കൂടിയുള്ള ഇടപാടിൽ തുല്യമാക്കാൻ പറ്റില്ല. അവിടെ ആ നിയമം മാത്രം പോകും. 2 നിയമങ്ങൾ ബാക്കിയാകും. എന്ത്? അവധി പാടില്ല എന്നുള്ളതും സദസ്സ് പിരിയുന്നതിൻ്റെ മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വസ്തു കൈമാറണം എന്നുള്ള 2 ഉപാധിയും സ്വർണ്ണവും വെള്ളിയും തമ്മിൽ കരാർ നടക്കുന്നിടത്തുണ്ട്. അതേ അവസരത്തിൽ സ്വർണ്ണവും വെള്ളിയാണോ കച്ചവടം നടക്കുന്നത് എങ്കിൽ 3 ഉപാധിയുണ്ട്. അതിപ്പോൾ എങ്ങനെ നമ്മളെ ബാധിക്കല്? നമ്മളെ ലോണം ബാധിക്കുന്നുണ്ട്. പെണ്ണുങ്ങളൊക്കെ പരിപാടി എന്താണ്? പഴയ പൊന്ന് കൊണ്ടുപോയിട്ട് ജ്വല്ലറി കൊടുത്തിട്ട് പുതിയ പൊന്നിന് വാങ്ങും. പഴയ പൊന്ന് കൊടുത്തിട്ട് പുതിയ പൊന്ന് വാങ്ങുക. കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പഴയ 10 പവനാണോ കൊടുത്തത്? എന്നാൽ പുതിയ 10 പവനാണ് കിട്ടുമോ? എന്നാൽ കുഴപ്പമില്ല. അതിപ്പോൾ എങ്ങനെ കിട്ടുക? നിങ്ങൾക്ക് എന്താ തലക്ക് സുഖല്ലേ? എന്നാൽ വേണ്ട. എന്നാൽ പിന്നെ അതിനുള്ള വഴി എന്താ ഇസ്ലാം പറഞ്ഞത്? നിങ്ങളെ 10 പവൻ ജ്വല്ലറിയിലാണ് കൊടുക്കുക. തൂക്ക് എന്ന് പറയാം. സെയിൽസ്മാൻ തൂക്കട്ടെ. തൂക്കിയിട്ട് ഇങ്ങനെ റേറ്റ് കണക്കാക്കി എത്ര അതിൻ്റെ സംഖ്യ, ഇത്ര കാശാണ്. ആ കാശിന് വാങ്ങുക. ആ കാശിന് വാങ്ങി കൈപ്പറ്റിയിട്ട് പറയാം, ഇനി എനിക്ക് ആ ചെയിൻ വേണം, ഈ വള വേണം, ഈ കമ്മൽ വേണം. അതാണ് വാങ്ങിക്കോ, തൂക്കിക്കോ, വിലന് കൊടുത്തോ, ഒരു പ്രശ്നമല്ല. എന്താ അത് ചെയ്യാനൊരു മടി? എന്താ അത് ചെയ്യാനൊരു പ്രയാസം? അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ പൊന്നും പുതിയ പൊന്നും കൂടി വാങ്ങുന്ന ഇടപാട് നല്ലോണം നടക്കുന്നുണ്ട്. അത് പൊന്നും തമ്മിൽ കൈമാറുകയാണെങ്കിൽ ഈ നിയമമൊക്കെ ബാധകമാവും. അതല്ലയോ, നിങ്ങൾ പഴയ പൊന്ന് കൊടുത്തിട്ട് അതിൻ്റെ വില കൈപ്പറ്റി അത് ബില്ല് എഴുതി വെച്ചാൽ പോരാ. അത് ബില്ല് എഴുതി വെച്ചാൽ പോരാൻ പണ്ഡിതന്മാരോട് പറയേണ്ടത്. ബില്ല് എഴുതിയോണ്ട് കാര്യമില്ല. നിങ്ങൾ പൈസ വാങ്ങിക്കോ. പൈസ വാങ്ങിയിട്ട് ഇനി അടുത്തത് പുതിയത് പൊന്നെടുക്കുക, അതിൻ്റെ വില. അങ്ങനെയുള്ള ഇടപാടാണ് അതിൽ നടത്തേണ്ടത്.